ഹലോ എവരിവൺ. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ക്രോമസോമൽ ബേസിസ് ഓഫ് ഇൻഡിപെൻഡന്റ് അസോർട്ട്മെന്റ് ആണ്. അപ്പൊ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞു വെച്ച കാര്യം എന്ന് പറയുന്നത് ഡൈഹൈബ്രിഡ് ക്രോസ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ കണ്ടു. അവിടെ നമ്മൾ രണ്ട് ക്യാരക്ടേഴ്സിനെ ഒരുമിച്ച് നോക്കിക്കൊണ്ടാണ് ക്രോസ് നടത്തിയിട്ടുണ്ടായിരുന്നത്. അപ്പൊ അവിടെ രണ്ട് ക്യാരക്ടേഴ്സ് ഉണ്ടായിരുന്നു, രണ്ട് ജീനുകൾ ഇൻവോൾവ് ആയിരുന്നു. അവരുടെ അല്ലീൽസിന്റെ സെഗ്രിഗേഷൻ ആണ് നമ്മൾ അവിടെ കണ്ടത്. അപ്പം അവിടെ രണ്ട് സെഗ്രിഗേഷൻ, അതായത് സീഡ് ഷേപ്പിന്റെ ഫാക്ടേഴ്സിന്റെ സെഗ്രിഗേഷനും സീഡ് കളറിന്റെ ഫാക്ടേഴ്സിന്റെ സെഗ്രിഗേഷനും ഇൻഡിപെൻഡന്റ് ആയിട്ടാണ് നടക്കുക എന്നാണ് നമ്മൾ പറഞ്ഞത്. അങ്ങനെ നമ്മൾ ഈ പറയുന്ന 4 ടൈപ്പ് കെമീറ്റുകൾ കണ്ടു. 9:3:3:1 റേഷ്യോ കണ്ടു. അപ്പം മെന്റൽ ഈ പറയുന്ന രണ്ട് സെഗ്രിഗേഷൻസ് ഇൻഡിപെൻഡന്റ് ആണ് എന്ന് പറയുന്ന ലോ ആണ് ലോ ഓഫ് ഇൻഡിപെൻഡന്റ് അസോർട്ട്മെന്റ്. അപ്പൊ ഞാൻ തുടക്കത്തിലേ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ലോ ഓഫ് ഇൻഡിപെൻഡന്റ് അസോർട്ട്മെന്റ് ശരിയാവുന്ന സിറ്റുവേഷൻ ഉണ്ട് മെന്റലിന്റെ കേസിൽ, അതുപോലെ തന്നെ ലോ ഓഫ് ഇൻഡിപെൻഡന്റ് അസോർട്ട്മെന്റ് തെറ്റാവുന്ന കേസുകളും ഉണ്ട്. ആ രണ്ട് കേസുകളും നമുക്ക് എന്താണ് എന്നുള്ളത് പഠിക്കുക എന്നുള്ളതാണ് ഈ ഒരു വീഡിയോയുടെ നമ്മൾ ഉദ്ദേശം. അപ്പൊ അതിനു വേണ്ടി നമ്മൾ ചെയ്യുന്നത് എന്താണ്, ഇതിന്റെ ക്രോമസോമൽ ബേസിസ്, എങ്ങനെയാണ് 4 ഡിഫറെന്റ് ടൈപ്പ് ഗമീറ്റ് ഉണ്ടാവുന്നു എന്ന് പറയുന്നത്, എങ്ങനെയാണ് അവരുടെ സെഗ്രിഗേഷൻ ഇൻഡിപെൻഡന്റ് ആണ് എന്ന് പറയുന്നത് എന്നാണ് നമ്മൾ ഈ വീഡിയോയിലൂടെ നോക്കാൻ പോകുന്നത്. അതിന്റെ ക്രോമസോമൽ ബേസിസ് ആണ് നോക്കാൻ പോകുന്നത്. സോ നമ്മളുടെ പാരന്റ് എഫ് വൺ ജനറേഷനിലുള്ള ഇൻഡിവിജ്വൽ എന്ന് പറയുന്നത് ആരായിരുന്നു? ക്യാപിറ്റൽ ആർ സ്മോൾ ആർ ക്യാപിറ്റൽ വൈ സ്മോൾ വൈ ആയിരുന്നു. ഇതിൽ നിന്നും വരുന്ന 4 ഡിഫറെന്റ് ഗമീറ്റ്സ് ആണ് നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നത്. അപ്പോ എങ്ങനെയാണ് ഇതിന്റെ ഗമീറ്റ് ഫോർമേഷൻ, എന്താണ് ഇതിന്റെ മയോസിസ് എന്നുള്ളതിന്റെ ഡീറ്റെയിൽസിലേക്കാണ് നമ്മൾ കടക്കാൻ പോകുന്നത്. അപ്പൊ ഞാൻ ഈ F1 ജനറേഷനിലുള്ള ഒരു പ്ലാന്റിന്റെ അകത്തുള്ള സെല്ലാണ് ഞാൻ വരയ്ക്കുന്നത്. ഓക്കെ, അപ്പൊ ഈ ഒരു സെല്ലിന്റെ അകത്ത് 2 ജീനുകൾ ഉണ്ടാവും. ഏതൊക്കെയായിരിക്കും 2 ജീന്? നിങ്ങൾ പറ. സീഡ് ഷേപ്പിനെ കൺട്രോൾ ചെയ്യുന്ന ഒരു ജീൻ ഉണ്ടായിരിക്കും, അതിന്റെ 2 അല്ലീല് ആ ആൾക്ക് ഉണ്ടാവും. അതുപോലെ സീഡ് കളറിനെ കൺട്രോൾ ചെയ്യുന്ന ഒരു ജീൻ ഉണ്ടാവും, അതിന്റെ 2 അല്ലീലും ആ സെല്ലിന്റെ അകത്തുണ്ടായിരിക്കും. ക്ലിയർ ആണല്ലോ? അപ്പൊ ഞാൻ അത് വരയ്ക്കുകയാണ്. അപ്പൊ ഞാൻ ഇത് കൃത്യമായിട്ട് വരയ്ക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഈ പേജ് ഒന്ന് ഡിവൈഡ് ചെയ്യുന്നുണ്ട് ഇവിടെ, അല്ലെങ്കിൽ ചിലപ്പോൾ നമുക്ക് സ്ഥലം തികയാതെ വരും. ഓക്കെ, അപ്പൊ ഞാൻ ഈ ഒരു പേജ് ഡിവൈഡ് ചെയ്തു. ഓക്കെ, ക്ലിയർ. അപ്പൊ ഇനി നമ്മൾ ഈ F1 ജനറേഷനിലുള്ള ഒരു സെല്ലാണ് ഞാൻ ഇവിടെ വരയ്ക്കാൻ പോകുന്നത്. ഇതാണ് ഈ F1 ജനറേഷന്റെ ഒരു സെല്ല്. അതിന്റെ അകത്ത് ക്രോമസോം ഞാൻ വരയ്ക്കാൻ പോവുകയാണ്. ക്രോമസോം ഞാൻ ഒരു ക്രോമസോം ഇവിടെ വരയ്ക്കുകയാണ്. ദാ ഈ ക്രോമസോം, ഇതൊരു ക്രോമസോമാണ്. ഇങ്ങനെ ഒരു ക്രോമസോം ഉണ്ട് എന്ന് പറഞ്ഞാൽ സ്വാഭാവികമായിട്ട് ഡിപ്ലോയിഡ് ഓർഗാനിസം ആണ് എങ്കിൽ എന്തുകൂടെ ഉണ്ടാവും? അതിന്റെ ഒരു കോപ്പി ഉണ്ടാവും. ഇത് അച്ഛൻ തന്നതാണെങ്കിൽ ഇത് അമ്മ തന്നതായിരിക്കും, ശരിയല്ലേ? അമ്മ തന്നതിന്റെ കളറ് ഞാൻ മാറ്റുകയാണ്. ഇതാണ് അമ്മ തന്നതിന്റെ കളർ. ഓക്കെ, യെസ്. ഇനി ഞാൻ വേറൊരു ക്രോമസോം വരയ്ക്കുകയാണ്. ഇതൊരു ഹോമലോഗസ് ക്രോമസോം പെയർ ആണ്. ഇനി ഞാൻ മറ്റൊരു ക്രോമസോം ഇവിടെ വരയ്ക്കാൻ പോവുകയാണ്. നോക്കിക്കോ, ഇതൊരു ക്രോമസോം ആൻഡ് അതിന്റെ ഹോമലോഗസ് പെയർ അമ്മ തന്ന ഒരു ക്രോമസോമും അതിന്റെ കൂടെ തന്നെ ഉണ്ടാവും. അപ്പൊ ഞാൻ ഇപ്പൊ ഇവിടെ എത്ര ക്രോമസോമാ വരച്ചത്? 2 ഹോമലോഗസ് പെയേഴ്സ് ആണ് വരച്ചത്. നോക്ക്, ഞാൻ ഇനി ഈ ക്രോമസോമിന്റെ മുകളിലാവുമല്ലോ അല്ലീൽസ് ഉണ്ടാവുക. ഞാൻ ഈ ജീനിനെ ഞാൻ ഈ ക്രോമസോമിന്റെ മുകളിലേക്ക് കൊടുക്കുകയാണ്. നോക്കിക്കോ, ക്യാപിറ്റൽ ആർ എന്ന് പറയുന്ന അല്ലീല് ഈ ക്രോമസോമിലുണ്ട്. ഹോമലോഗസ് പെയറിന്റെ ഹോമലോഗസ് ക്രോമസോമിന്റെ ഹോമലോഗസ് സൈറ്റിലാണ് ആരുണ്ടാവുക? നമ്മൾ പഠിച്ചു, അല്ലീൽസ് ഉണ്ടാവുക. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഞാൻ ഈ പറയുന്ന സീഡ് കളറിനെ കൺട്രോൾ ചെയ്യുന്ന ജീന് വേറൊരു ക്രോമസോമിലാണ്, അനദർ ക്രോമസോമിലാണ് ഉള്ളത് എന്ന് ഞാൻ വിചാരിക്കുകയാണ്. അങ്ങനെ വിചാരിക്കുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ എന്ത് എഴുതേണ്ടതാ? ഇവിടെയാണ് ക്യാപിറ്റൽ വൈ വരുന്നത് ആൻഡ് ഇവിടെയാണ് സ്മോൾ വൈ വരുന്നത്. ക്ലിയർ ആണല്ലോ? ഇനി മയോസിസ് നടക്കാൻ പോവാണ്. മയോസിസ് 1 നടക്കുന്നതിന്റെ മുന്നേ എസ് ഫേസ് നടക്കും, അല്ലെ? എസ് ഫേസ് എന്ന് പറയുന്ന ഒരു ഫേസിലൂടെ കടന്നു പോകും. എന്താ എസ് ഫേസ്? സിന്തറ്റിക് ഫേസ് അല്ലേ? ആ എസ് ഫേസിൽ എന്താ സംഭവിക്കുക? ക്രോമസോംസ് ഡ്യൂപ്ലിക്കേറ്റ് ചെയ്യും, ശരിയാണല്ലോ? ക്രോമസോംസ് ഡ്യൂപ്ലിക്കേറ്റ് ചെയ്യും. അപ്പൊ ക്രോമസോംസ് ഡ്യൂപ്ലിക്കേറ്റ് ചെയ്താല് എന്താ സംഭവിക്കുക എന്നുള്ളത് നമുക്ക് നോക്കാം. ക്രോമസോംസ് ഡ്യൂപ്ലിക്കേറ്റ് ചെയ്താൽ എന്താ സംഭവിക്കുക? ഇങ്ങനെയായിരുന്നല്ലോ ഒരു ക്രോമസോം, അല്ലെ? അത് ഡ്യൂപ്ലിക്കേറ്റ് ചെയ്തു. ആൻഡ് ഇയാളുടെ ഹോമലോഗസ് പെയർ എന്ന് പറയുന്നത് ഇങ്ങനെ ക്രോമസോം ആയിരുന്നല്ലോ,
അത് ഡ്യൂപ്ലിക്കേറ്റ് ചെയ്തു. ശരിയല്ലേ? യെസ്. ഇനി ഈ ഗ്രീൻ കളറുള്ള ഒരു ക്രോമസോം ഉണ്ടായിരുന്നല്ലോ, ആ ക്രോമസോം ഡ്യൂപ്ലിക്കേറ്റ് ചെയ്തു. അതുപോലെ വയലറ്റ് കളറുള്ള ഒരു ക്രോമസോം ഉണ്ടായിരുന്നല്ലോ, ആ ക്രോമസോമും ഡ്യൂപ്ലിക്കേറ്റ് ചെയ്തു. അപ്പൊ ഇനി നമുക്ക് അതിന്റെ മുകളിലുള്ള അല്ലീലുകൾ എഴുതാം. ക്യാപിറ്റൽ ആർ, ക്യാപിറ്റൽ ആർ, സ്മോൾ ആർ, സ്മോൾ ആർ, ക്യാപിറ്റൽ വൈ, ക്യാപിറ്റൽ വൈ. ഇവിടെ എന്താ വരിക? സ്മോൾ വൈ, ദെൻ സ്മോൾ വൈ. ഇങ്ങനെയാണല്ലോ അല്ലീലുകൾ വരിക. ക്ലിയർ? ഇനി അടുത്തത് മയോസിസ് സ്റ്റാർട്ട് ചെയ്യാണ്. മയോസിസിന് 4 ഫേസുകളാണുള്ളത് അല്ലെ? മയോസിസ് 1ന്റെ അകത്ത് പ്രോഫേസ് ഉണ്ട്, മെറ്റാഫേസ് ഉണ്ട്, അനാഫേസ് ഉണ്ട്, ടീലോഫേസ് ഉണ്ട്. പ്രോഫേസിന്റെ അകത്താണ് ക്രോസിംഗ് ഓവർ നടക്കുക. തൽക്കാലം ഞാൻ ഇവിടെ ക്രോസിംഗ് ഓവർ കാണിക്കുന്നില്ല. ക്രോസിംഗ് ഓവറിന്റെ ഇമ്പോർട്ടൻസ് എന്താ എന്നുള്ളത് നമ്മൾ ലിങ്കേജ് ആൻഡ് റീകോമ്പിനേഷൻ എന്ന് പറഞ്ഞ പാർട്ടിൽ അവിടെ നമ്മൾ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നതാണ്. തൽക്കാലം ഞാൻ പ്രോഫേസിൽ നടക്കുന്ന ക്രോസിംഗ് ഓവർ എന്ന് പറയുന്ന ഒരു ഈവന്റ് ഇവിടെ ഡിസ്ക്രൈബ് ചെയ്യുന്നില്ല. ഓക്കെ, അങ്ങനെ പ്രോഫേസ് കഴിഞ്ഞു. മെറ്റാഫേസിൽ നമ്മളുടെ ഇക്വേറ്ററിൽ ഈ പറയുന്ന ക്രോമസോംസ് എല്ലാം അലൈൻ ചെയ്യും. എന്നിട്ട് ഡ്യൂറിങ് അനാഫേസ് 1 ഹോമലോഗസ് പെയേഴ്സ് സെപ്പറേറ്റഡ് ആവും. ഓക്കെ, അപ്പൊ അനാഫേസ് 1ന്റെ സമയത്ത് എന്താ സംഭവിക്കുക? ഇത് ഹോമലോഗസ് പെയേഴ്സ് അല്ലേ, ഇവര് സെപ്പറേറ്റഡ് ആവും. ആൻഡ് ഇത് ഹോമലോഗസ് പെയേഴ്സ് അല്ലേ, ഇവര് സെപ്പറേറ്റഡ് ആവും. അപ്പോ നമ്മൾ എന്താ പറഞ്ഞത്? അടുത്തത് അനാഫേസ് 1 കംപ്ലീറ്റ് ആയി എന്ന് വിചാരിക്കുക. ഡ്യൂറിങ് അനാഫേസ് 1 ഹോമലോഗസ് പെയേഴ്സ് സെപ്പറേറ്റഡ് ആവും. അപ്പം അനാഫേസ് 1 കംപ്ലീറ്റ് ചെയ്തു എന്ന് വിചാരിക്കുക. അപ്പൊ സ്വാഭാവികമായിട്ടും ഡ്യൂറിങ് അനാഫേസ് 1 ഇവര് രണ്ടാളും സെപ്പറേറ്റഡ് ആവണം. അതുപോലെ ഇവര് രണ്ടാളും സെപ്പറേറ്റഡ് ആവണം. അപ്പൊ ഇവിടെ 2 സാധ്യതയല്ലേ? അതായത് നോക്ക്, ചുവപ്പും നീലയും സെപ്പറേറ്റ് ആയിരിക്കണം. ആൻഡ് അതേപോലെ പച്ചയും വയലറ്റും സെപ്പറേറ്റഡ് ആവണം. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ 2 സാധ്യത അല്ലേ? ഒന്നെങ്കിൽ ചുവപ്പിന്റെ കൂടെ പച്ചയ്ക്ക് പോവാം, അപ്പൊ നീലയുടെ കൂടെ വയലറ്റ് ആയിരിക്കും പോവുക. അല്ലെങ്കിൽ ചുവപ്പിന്റെ കൂടെ വയലറ്റിന് പോവാം, അപ്പോ നീലയുടെ കൂടെ പച്ചയായിരിക്കും പോകുന്നത്. 2 സാധ്യതകളാണല്ലോ ഇവിടെ ഉള്ളത്. ആ 2 സാധ്യതകളും ഞാൻ ഇങ്ങോട്ടേക്ക് എഴുതാണ്. ചാൻസ് 1 ഞാൻ ഇവിടെ വരയ്ക്കാൻ പോവാണ്. ആൻഡ് ഇവിടെ ഞാൻ ചാൻസ് 2 ആണ് വരയ്ക്കുന്നത്. അപ്പൊ നോക്ക്, ഇവിടെ ഇനി നേരെ അനാഫേസ് 1 കംപ്ലീറ്റ് ചെയ്താൽ ഉണ്ടാവുന്ന കാര്യമാണ് പറയുന്നത്. അനാഫേസ് 1 കംപ്ലീറ്റ് ആയാൽ ഉണ്ടാവുന്ന ഒന്നാമത്തെ ചാൻസ് എന്ന് പറയുന്നത് എന്താ? ഒന്നാമത്തെ അനാഫേസ് കംപ്ലീറ്റ് ചെയ്യുമ്പോൾ ഡിവൈഡ് ചെയ്ത് സെല്ലിന്റെ അകത്ത് ഒന്നാമത്തെ ചാൻസ് ഞാൻ എന്താ പറഞ്ഞിട്ടുണ്ടായിരുന്നത്? ചോപ്പിന്റെ കൂടെ പച്ച വരും, ചോപ്പിന്റെ കൂടെ പച്ച വരും. ശരിയല്ലേ? ഇനി ഞാൻ ഇങ്ങോട്ടേക്ക് സെപ്പറേറ്റ് ആവുന്ന കാണിക്കാം. ഇവിടെ നമുക്ക് കോപ്പി എടുക്കാം. ഓക്കെ, ചോപ്പിന്റെ കൂടെ ആരാ വരുന്നത്? ചോപ്പിന്റെ കൂടെ പച്ചയാണ് വരുന്നത്. ഓക്കെ, അപ്പൊ ചോപ്പിന്റെ കൂടെ പച്ച വരുമ്പോ സ്വാഭാവികമായിട്ടും ആരാണ് സെപ്പറേറ്റ് ആവുന്നത്? നീലയും വയലറ്റും ആണ് ഒരുമിച്ച് പോവുക. ശരിയല്ലേ? ദാ നീലയും വയലറ്റും ആണ് ഒരുമിച്ച് പോകുന്നത്. നീലയും വയലറ്റും ഒരുമിച്ച് പോകും. ഇവിടെ നമ്മൾ നേരെ കോപ്പി എടുത്താൽ മതി. ക്ലിയർ ആണല്ലോ? ഇതാണ് ഒന്നാമത്തെ സാധ്യത. അപ്പം അനാഫേസ് 1ന്റെ സമയത്ത് ഹോമലോഗസ് ക്രോമസോംസ് അല്ലെങ്കിൽ ഹോമലോഗസ് പെയേഴ്സ് സെപ്പറേറ്റ് ആവുമ്പോൾ ഇതാണ് ഒരു സാധ്യത എന്ന് പറയുന്നത്. ഇനി രണ്ടാമത്തെ ഒരു സാധ്യതയും കൂടെ ഉണ്ടല്ലോ. എന്താ രണ്ടാമത്തെ ഒരു സാധ്യത എന്ന് പറയുന്നത്? ചുവപ്പിന്റെ കൂടെ വയലറ്റ് പോവുക. ശരിയല്ലേ? നമുക്കിവിടെ വരയ്ക്കാം. ചുവപ്പിന്റെ കൂടെ ചുവപ്പ് ക്രോമസോമിന്റെ കൂടെ ആർക്ക് വരാം? ചുവപ്പ് ക്രോമസോമിന്റെ കൂടെ ആർക്കാ വരാൻ പറ്റുക? നേരത്തെ പച്ചയല്ലേ വന്നത്. അപ്പൊ രണ്ടാമത്തെ സാധ്യത എന്ന് പറയുന്നത് വയലറ്റിന് പോവാനാണ്. ക്ലിയർ അല്ലേ? അപ്പൊ സ്വാഭാവികമായിട്ടും നീലയുടെ കൂടെ ആരാണ് സെപ്പറേറ്റഡ് ആവുക? നീലയുടെ കൂടെ ആരാ സെപ്പറേറ്റഡ് ആവുക? നീലയുടെ കൂടെ അപ്പോ പച്ചയാണ് ഉണ്ടാവുക. അപ്പൊ നീലയുടെ കൂടെ പച്ചയാണ് ഉണ്ടാവുക. ക്ലിയർ ആണല്ലോ? ഈ കാര്യം ക്ലിയർ ആണല്ലോ? അപ്പോ ഡ്യൂറിങ് അനാഫേസ് 1ന്റെ സമയത്ത് എന്ത് സംഭവിക്കണം? ഹോമലോഗസ് പെയേഴ്സ് സെപ്പറേറ്റഡ് ആവണം. ഹോമലോഗസ് പെയേഴ്സ് സെപ്പറേറ്റഡ് ആവണം എന്ന് പറഞ്ഞാൽ ഇവർ തമ്മിൽ സെപ്പറേറ്റഡ് ആവണം, ഇവർ തമ്മിലും സെപ്പറേറ്റഡ് ആവണം. അപ്പൊ രണ്ട് ചാൻസുകൾ ഉണ്ട്. ഒന്നെങ്കിൽ നീലയുടെ കൂടെ
പച്ചയ്ക്ക് വരാം, അല്ലെങ്കിൽ വയലറ്റിന് വരാം. ഇതാണല്ലോ രണ്ട് സാധ്യത എന്ന് പറയുന്നത്. ക്ലിയർ ആണല്ലോ? അടിപൊളിയായിട്ട് മനസ്സിലായല്ലോ? ഇപ്പൊ അനാഫേസ് 1 കംപ്ലീറ്റ് ആയി, അതായത് മയോസിസ് 1 കംപ്ലീറ്റ് ആകുമ്പോഴുള്ള കാര്യമാണ് നമ്മൾ ഇവിടെ കണ്ടത്. ഓക്കെ, ഇനി മയോസിസ് 2 നടക്കും. മയോസിസ് 2 പ്രോഫേസ് കഴിയും, മെറ്റാഫേസ് കഴിയും, ആൻഡ് ഡ്യൂറിങ് അനാഫേസ് 2, അനാഫേസ് 2ന്റെ സമയത്ത് എന്താ സംഭവിക്കുക? ഡ്യൂറിങ് അനാഫേസ് 2 സിസ്റ്റർ ക്രോമാറ്റിഡ്സ് സെപ്പറേറ്റഡ് ആവും. അനാഫേസ് 2 കഴിയാണ്. സോ ഞാൻ ഇവിടെ വരയ്ക്കാൻ പോവാണ്. ഇവർക്ക് രണ്ടാക്കി ഇനി എന്താ ചെയ്യാൻ പോകുന്നത്? അനാഫേസ് 2 കഴിയാൻ പോവാണ്. ഓക്കെ, ഇതാ അനാഫേസ് 2 കഴിയാണ്. അനാഫേസ് 2ന്റെ സമയത്ത് എന്താ സംഭവിക്കുക? സിസ്റ്റർ ക്രോമാറ്റിഡ്സ് സെപ്പറേറ്റഡ് ആവും. അനാഫേസ് 2 കംപ്ലീറ്റഡ് ആയി എന്ന് വിചാരിച്ചോ, കംപ്ലീറ്റഡ് ആയി. അപ്പോ സിസ്റ്റർ ക്രോമാറ്റിഡ്സ്, ഇവർ രണ്ടാളും സിസ്റ്റർ ക്രോമാറ്റിഡ്സ് ആണല്ലോ. ഇവർ രണ്ടാളും സിസ്റ്റർ ക്രോമാറ്റിഡ്സ് ആണ്, ഇവർ രണ്ടാളും സിസ്റ്റർ ക്രോമാറ്റിഡ്സ് ആണ്, ഇവർ രണ്ടാളും സിസ്റ്റർ ക്രോമാറ്റിഡ്സ് ആണ്. ഈ സിസ്റ്റർ ക്രോമാറ്റിഡ്സ് സെപ്പറേറ്റ് ആവും. അപ്പൊ നോക്ക്, ഈ സെല്ല് ഡിവൈഡ് ചെയ്താല്, ഈ സെല്ല് ഡിവൈഡ് ചെയ്താൽ എന്താ സംഭവിക്കുക എന്നുള്ളത് നിങ്ങൾ എനിക്ക് പറഞ്ഞു തരണം. അവരുടെ സിസ്റ്റർ ക്രോമാറ്റിഡ്സ് സെപ്പറേറ്റഡ് ആവും. ഒരു സിസ്റ്റർ ക്രോമാറ്റിഡ് ഇങ്ങോട്ടേക്ക് എത്തി, ഒരു സിസ്റ്റർ ക്രോമാറ്റിഡ് ഇങ്ങോട്ടേക്ക് എത്തി. ശരിയല്ലേ? ഇനി ഈ പച്ചയുടെ സിസ്റ്റർ ക്രോമാറ്റിഡ് ഇങ്ങോട്ടേക്ക് എത്തി, ഒരു സിസ്റ്റർ ക്രോമാറ്റിഡ് ഇങ്ങോട്ടേക്ക് എത്തി. ഈ സെല്ല് അതുപോലെ ഡിവൈഡ് ചെയ്താൽ എന്താ ആവുക നോക്ക്. ഡിവൈഡ് ചെയ്യുന്നത് ഞാൻ കാണിച്ചു തരാം. രണ്ട് സെല്ല്, ഡിവിഷന് ശേഷമുള്ള രണ്ട് സെല്ല് ഞാൻ വരയ്ക്കുകയാണ്. നീല സിസ്റ്റർ ക്രോമാറ്റിഡ്സ് ഇങ്ങോട്ട് ഒരു ക്രോമസോം ഇങ്ങോട്ട് വന്നു, ഒരു ക്രോമസോം ഇങ്ങോട്ട് വന്നു. സിസ്റ്റർ ക്രോമാറ്റിഡ്സ് സെപ്പറേറ്റഡ് ആയി. വയലറ്റ് ഇവിടേക്ക് എത്തി, ഇവിടേക്ക് എത്തി. ക്ലിയർ ആണല്ലോ? അപ്പൊ ഞാൻ ഇവിടുത്തെ അല്ലിയിൽ വരയ്ക്കുകയാണ്. ക്യാപിറ്റൽ R, ഇവിടെ ആരാ? ക്യാപിറ്റൽ Y. ഇവിടെയോ ക്യാപിറ്റൽ R, ഇവിടെയോ ക്യാപിറ്റൽ Y. ഇവിടെയോ സ്മോൾ r, ഇവിടെയോ സ്മോൾ y. ഇവിടെയോ സ്മോൾ r, ഇവിടെയോ സ്മോൾ y. അപ്പൊ നോക്ക്, ഈ ഒരു ഗമീറ്റ് എന്ന് പറയുന്നത് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ച പോലെ ക്യാപിറ്റൽ R, ക്യാപിറ്റൽ Y എന്ന് പറയുന്ന ഒരു ടൈപ്പ് ഗമീറ്റ് അല്ലേ? ഈ ഒരു ടൈപ്പ് ഗമീറ്റ് എന്ന് പറയുന്നത് ഇവിടെ സ്മോൾ r, സ്മോൾ y എന്ന് പറയുന്ന ഒരു ടൈപ്പ് ഗമീറ്റ് ആണ്. ഇതാണ് ഒരു സാധ്യത എന്ന് പറയുന്നത്. ഇനി നമുക്ക് അടുത്ത സാധ്യതയും കൂടെ ഒന്ന് നോക്കാം. അടുത്ത സാധ്യത എന്ന് പറയുന്നത് നോക്ക്, ഇവിടെ ഇവരുടെ അനാഫേസ് 2 കഴിയല്ലേ? അനാഫേസ് 2 കഴിയാണ്. അനാഫേസ് 2 ഇവിടെയും കംപ്ലീറ്റ് ആവുകയാണ്. ഓക്കെ, അപ്പൊ ഡ്യൂറിങ് അനാഫേസ് 2 എന്താ സംഭവിക്കുക എന്നാണ് നമ്മൾ പറഞ്ഞത്? സിസ്റ്റർ ക്രോമാറ്റിഡ്സ് സെപ്പറേറ്റഡ് ആവും. അപ്പൊ ഇവരുടെ സിസ്റ്റർ ക്രോമാറ്റിഡ്സ് സെപ്പറേറ്റഡ് ആവുന്നത് നമ്മൾ ഒന്ന് കാണാൻ പോവുകയാണ്. സിസ്റ്റർ ക്രോമാറ്റിഡ്സ് സെപ്പറേറ്റഡ് ആവുകയാണെന്നുണ്ടെങ്കിൽ ഇതുപോലെ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടല്ലോ. അപ്പം ഒരു സിസ്റ്റർ ക്രോമാറ്റിഡ് ഈ പറയുന്ന ക്രോമസോമിലേക്ക്, ഈ പറയുന്ന സെല്ലിലേക്ക് വരും, ഒരു സിസ്റ്റർ ക്രോമാറ്റിഡ് ഇങ്ങോട്ടേക്ക് പോകും. അപ്പോ ഈ വയലറ്റ് ഇവിടെ ഒരു ക്രോമസോം ഉണ്ടാവും, ഇവിടെയും ഒരു ക്രോമസോം ഉണ്ടായിരിക്കും. ഇനി ഈ സെല്ലിന്റെ ഡിവിഷൻ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ അതും കൂടെ നമ്മൾ കഴിഞ്ഞല്ലോ. യെസ്. അപ്പം ഈ സിസ്റ്റർ ക്രോമാറ്റിഡ്സ് സെപ്പറേറ്റ് ആവുകയാണ്, ഈ സിസ്റ്റർ ക്രോമാറ്റിഡും സെപ്പറേറ്റ് ആവുക. അപ്പൊ എന്താ സംഭവിക്കുക? ഈ നീല കളറുള്ള ഒരു ക്രോമസോം ഈ സെല്ലിലേക്ക് പോവും, അതുപോലെ ഈ സെല്ലിലേക്കും പോവും. അപ്പോഴോ ഒരു പച്ച കളറുള്ള ഒരു ക്രോമസോം ഇയാൾക്കും കിട്ടും, ഇയാൾക്കും കിട്ടും. അപ്പൊ ഇനി നമ്മൾ എന്താ എഴുതേണ്ടത്? അതിന്റെ മുകളിലുള്ള അല്ലീലുകൾ എഴുതണം. ശരിയല്ലേ? കാണാൻ പറ്റുന്നില്ലേ? ഇവിടെ എന്താ? ക്യാപിറ്റൽ R, ഇവിടെ എന്താ? സ്മോൾ y. ഇവിടെ ക്യാപിറ്റൽ R, ഇവിടെ സ്മോൾ y. ഇവിടെ ക്യാപിറ്റൽ R, ഇവിടെ ഇവിടെ സ്മോൾ r അല്ലേ? സ്മോൾ r, ഇവിടെ ക്യാപിറ്റൽ Y. ഇവിടെ സ്മോൾ r, ഇവിടെ ക്യാപിറ്റൽ Y. ശരിയല്ലേ? ഇപ്പൊ നമുക്ക് ഗമീറ്റ്സ് അല്ലേ കിട്ടിയത്? ഈ ഗമീറ്റ്സ് ഏത് ടൈപ്പാണ് എന്നുള്ളത് നമ്മൾ നോക്കുകയാണെങ്കിൽ ഈ ടൈപ്പ് ഗമീറ്റ് എന്ന് പറയുന്നത് ക്യാപിറ്റൽ R, സ്മോൾ y ഗമീറ്റ് ആണല്ലോ. യെസ്. ഈ ഗമീറ്റ് എന്ന് പറയുന്നത് സ്മോൾ r, ക്യാപിറ്റൽ Y ഗമീറ്റ് ആണല്ലോ. യെസ്, എക്സാക്ട്ലി. അപ്പോ നമുക്ക് കിട്ടിയ ഗമീറ്റ് ഏതാ നോക്ക്. വളരെ ഇൻട്രസ്റ്റിംഗ് ആണ്. ക്യാപിറ്റൽ R, ക്യാപിറ്റൽ Y എന്ന് പറഞ്ഞൊരു ഗമീറ്റ് കിട്ടി. സ്മോൾ r, സ്മോൾ y എന്ന് പറയുന്ന ഒരു ഗമീറ്റ് കിട്ടി. ക്യാപിറ്റൽ R, സ്മോൾ y എന്ന് പറയുന്ന ഒരു ഗമീറ്റ് കിട്ടി. സ്മോൾ r, ക്യാപിറ്റൽ Y എന്ന് പറയുന്ന ഒരു ഗമീറ്റ് കിട്ടി. നോക്കടാ, ഈ പറയുന്ന മിയോസിസ്, ഈ നമ്മളുടെ ഈ സെൽ ഡിവിഷൻ ഉണ്ടല്ലോ, ഈ മയോസിസ് ഡിവിഷൻ നടക്കുമ്പോൾ
ഈ രണ്ട് ഈവന്റും ഒരുപോലെയാണ് സംഭവിക്കാൻ സാധ്യത ഉള്ളത്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇതൊരു റാൻഡം ആയിട്ട് നടക്കുന്ന ഒരു ഈവന്റ് ആണെന്നുണ്ടെങ്കിൽ ഈ പറയുന്ന 4 ആൾക്കാരും നടക്കാനുള്ള സാധ്യത ഒന്ന് തന്നെയല്ലേ? 25%, 25%, 25%, 25%, 25%. അതല്ലേ നമ്മളുടെ മെന്റല് കഴിഞ്ഞ ക്ലാസ്സിൽ നമുക്ക് പറഞ്ഞു തന്നത്. ഇതുപോലെയാണ് ഗമീറ്റ് ഫോം ചെയ്യുക എന്നുള്ളത് നമ്മൾ പറഞ്ഞു. അപ്പൊ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ അതിന്റെ ക്രോമസോമൽ ബേസിസ് പഠിച്ചു. അപ്പോ ലോ ഓഫ് ഇൻഡിപെൻഡന്റ് അസോർട്ട്മെന്റ് ഇവിടെ ശരിയാവുന്നുണ്ടോ നമ്മൾ പരിശോധിച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ എന്താണ് ലോ ഓഫ് ഇൻഡിപെൻഡന്റ് അസോർട്ട്മെന്റ് പറയുന്നത്? ഇവിടെ നമ്മൾ രണ്ട് ക്യാരക്ടേഴ്സിന് ഒരുമിച്ച് കൺസിഡർ ചെയ്യാണ്. ഒന്ന് സീഡ് ഷേപ്പ്, അതുപോലെ സീഡ് കളർ. ഇതാണ് സീഡ് ഷേപ്പിനെ കൺട്രോൾ ചെയ്യുന്ന ജീനുകൾ. അതിന്റെ രണ്ട് അല്ലിയിലാണ് നമ്മൾ ഇവിടെ ക്യാപിറ്റൽ ആർ സ്മോൾ ആർ എടുത്തത്. അവര് ഡ്യൂറിങ് ഗമീറ്റ് ഫോർമേഷൻ ഇവര് സെഗ്രിഗേറ്റ് ചെയ്യും. അതായത് ഒരു ഗമീറ്റിലേക്ക് ക്യാപിറ്റൽ ആറിനോ സ്മോൾ ആറിനോ മാത്രമേ പോകാൻ പറ്റുള്ളൂ. അവര് സെഗ്രിഗേറ്റ് ചെയ്യും. അതുപോലെ തന്നെ മറ്റൊരു ക്യാരക്ടറാണ് സീഡ് കളർ, അല്ലെ? അതിനെ കൺട്രോൾ ചെയ്യുന്ന ഫാക്ടേഴ്സ് അത് മറ്റൊരു ക്രോമസോമിലാണ് ഉള്ളത്. നമ്മൾ ഇവിടെ വരച്ച കേസിലാണെന്നുണ്ടെങ്കിൽ മറ്റൊരു ക്രോമസോമിന്റെ മുകളിലാണ് ഉള്ളത്. അങ്ങനെ മറ്റൊരു ക്രോമസോമിന്റെ മുകളിലായതുകൊണ്ട് തന്നെ അവരും ഡ്യൂറിങ് ഗമീറ്റ് ഫോർമേഷൻ സെഗ്രിഗേറ്റ് ചെയ്യും ഇൻടു 2 ഡിഫറെന്റ് ഗമീറ്റ്സ്. അല്ലെങ്കിൽ ഒരു ഗമീറ്റിലേക്ക് ഇതിൽ ഏതെങ്കിലും ഒരു അല്ലീലിന് മാത്രമല്ലേ വരാൻ പറ്റുള്ളൂ. അപ്പോ ലോ ഓഫ് ഇൻഡിപെൻഡന്റ് അസോർട്ട്മെന്റ് പറയുന്നത് ഇയാളുടെ സെഗ്രിഗേഷനും ഡ്യൂറിങ് ഗമീറ്റ് ഫോർമേഷൻ ഇയാളുടെ സെഗ്രിഗേഷനും മറ്റ് രണ്ടാൾക്കാരുടെ സെഗ്രിഗേഷനും ആർ ടോട്ടലി ഇൻഡിപെൻഡന്റ്. അതല്ലേ നമ്മൾ ഇവിടെ ശരി വെക്കുന്നത്. ഇതാ അതിന്റെ അർത്ഥം ക്യാപിറ്റൽ ആറിന്റെ കൂടെ വേണമെങ്കിൽ ക്യാപിറ്റൽ വൈക്ക് വരാം, അല്ലെങ്കിൽ ക്യാപിറ്റൽ ആറിന്റെ കൂടെ സ്മോൾ വൈക്ക് വരാം. ഇത് രണ്ടും ഒരുപോലെ നടക്കുന്നത് കൊണ്ടല്ലേ 4 ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ഗമീറ്റ് കിട്ടാനുള്ള കാര്യം. അപ്പോ ഇവിടെ നമുക്കൊരു കാര്യം മനസ്സിലായി. ലോ ഓഫ് ഇൻഡിപെൻഡന്റ് അസോർട്ട്മെന്റ് പറയുന്നത് പോലെ രണ്ട് സെഗ്രിഗേഷൻ, രണ്ട് ക്യാരക്ടേഴ്സിനെ കൺട്രോൾ ചെയ്യുന്ന രണ്ട് ജീൻസിന്റെ രണ്ട് പെയേഴ്സ് ഓഫ് ഫാക്ടേഴ്സ് ഇല്ലേ, അവരുടെ സെഗ്രിഗേഷൻ എന്ന് പറയുന്നത് ടോട്ടലി ഇൻഡിപെൻഡന്റ് ആണ്. ഇവര് ഗമീറ്റിലേക്ക് പോകുന്നത് ഈസ് ഇൻഡിപെൻഡന്റ് ഓഫ് ഇവര് ഗമീറ്റിലേക്ക് പോകുന്നത്. കുറച്ചും കൂടെ സിമ്പിൾ ആയിട്ട് പറഞ്ഞാല് ക്യാപിറ്റൽ ആറിന് വേണമെങ്കിൽ ക്യാപിറ്റൽ വൈന്റെ കൂടെ ഗമീറ്റിലേക്ക് പോവാം, അല്ലെങ്കിൽ ക്യാപിറ്റൽ ആറിന് വേണമെങ്കിൽ സ്മോൾ വൈന്റെ കൂടെ ഗമീറ്റിലേക്ക് പോവാം. ക്ലിയർ ആണോ? ദേ ആർ ടോട്ടലി ഇൻഡിപെൻഡന്റ് സെഗ്രിഗേഷൻസ്. ക്ലിയർ? ഇവിടെ നമ്മൾ നോക്കിയാൽ മനസ്സിലാവും ഇവിടെ മെന്റൽ പറയുന്നത് ശരിയാണ്. ഇവിടെ മെന്റൽ പറയുന്നത് ശരിയാവാനുള്ള കാരണം നമ്മൾ ഇവിടെ ഒരു ജീൻ എടുത്തു, അല്ലെ? ഈ ജീൻ എന്ന് പറയുന്നത് എന്താണ്? സീഡ് ഷേപ്പിനെ കൺട്രോൾ ചെയ്യുന്ന ജീനാണ്. ഇവിടെ നമ്മൾ മറ്റൊരു ജീൻ എടുത്തു. ആ ജീൻ എന്താണ്? സീഡ് കളറിനെ കൺട്രോൾ ചെയ്യുന്ന ജീനാണ്. നോക്കടാ, ഈ ക്രോമസോമിലാണ് ഒരു ജീന് ഉള്ളത്, മറ്റൊരു ജീൻ ഉള്ളത് വേറൊരു ക്രോമസോമിലാണ്. ക്ലിയർ ആണോ? രണ്ട് ഡിഫറെന്റ് ക്രോമസോമിലാണ് ഈ രണ്ട് ജീനുകൾ ഉള്ളത്. സീഡ് കളറും സീഡ് ഷേപ്പും കൺട്രോൾ ചെയ്യുന്ന രണ്ട് ഡിഫറെന്റ് ജീനുകൾ ഉള്ളത് 2 ഡിഫറെന്റ് ക്രോമസോംസിലാണ് എന്നാണ് ഞാൻ പറഞ്ഞത്. അങ്ങനെ എടുത്തത് കൊണ്ട് മാത്രമാണ് മെന്റലിന് ആ റിസൾട്ട് കിട്ടിയത്. അതായത് ഞാൻ ഇപ്പൊ ഈ പറഞ്ഞ രണ്ട് ജീനുകൾ ഉണ്ടല്ലോ, അത് ഇഫ് സെയിം ക്രോമസോമിലായിരുന്നു എങ്കിൽ ഈ റിസൾട്ട് കിട്ടാൻ പോകുന്നില്ല. ഓക്കെ, അപ്പം ഒരേ സെയിം ക്രോമസോമിലായിരുന്നു ഈ പറയുന്ന പോലത്തെ ജീനുകൾ വന്നിരുന്നത് എങ്കിൽ അപ്പോൾ ഉണ്ടാവുന്ന ഒരു റിസൾട്ടും കൂടെ നമുക്കൊന്ന് അനലൈസ് ചെയ്യാം. അങ്ങനെ നമുക്ക് നേരിട്ട് കണ്ടു തന്നെ പഠിക്കാം എന്താണ് ഒരേ ക്രോമസോമിൽ 2 ജീനുകൾ വന്നാലുള്ള പ്രശ്നം എന്നുള്ളത് നമ്മൾ നോക്കാം. അതായത് ക്യാപിറ്റൽ ആർ സ്മോൾ ആർ, ക്യാപിറ്റൽ വൈ സ്മോൾ വൈ എന്ന് പറയുന്ന ഈ പറയുന്ന പാരന്റിന്റെ 2 ജീൻസ് ഒരേ ക്രോമസോമില് ഞാനൊന്ന് വരച്ചു നോക്കുകയാണ്. അപ്പൊ എന്താ സംഭവിക്കുക എന്നുള്ളത് നമുക്കൊന്ന് കണ്ടു തന്നെ അറിയാം. ഓക്കെ, യെസ്. അങ്ങനെയാണെങ്കിൽ നോക്ക്, ഇത് ഞാൻ ക്യാപിറ്റൽ ആർ സ്മോൾ ആറിന്റെ ഒരു സെല്ലാണ് ഞാൻ വരച്ചത്. ക്യാപിറ്റൽ ആർ സ്മോൾ ആർ, ക്യാപിറ്റൽ വൈ സ്മോൾ വൈ എന്ന് പറയുന്ന F1 ജനറേഷനിലുള്ള ഒരാളുടെ ഒരു സെല്ലാണ് ഞാൻ വരച്ചത്. ആളുടെ ഒരു ക്രോമസോം ഞാൻ വരയ്ക്കാൻ പോവുകയാണ്. ഓക്കെ, ഒരു ക്രോമസോം ഞാൻ വരയ്ക്കാൻ പോവുകയാണ്. ഇതാണ് ഒരു ക്രോമസോം. ഓക്കെ, അപ്പൊ ഇതിന്റെ ഒരു ഹോമലോഗസ് പെയറും കൂടെ ഉണ്ടാവുമല്ലോ. ഇത് അച്ഛൻ തന്നതാണെങ്കിൽ ഇത് അമ്മ തന്നതായിരിക്കും. അപ്പൊ കളറ് നമുക്കൊന്ന് ചേഞ്ച് ചെയ്യേണ്ടതായിട്ടുണ്ട്. ക്ലിയർ ആണല്ലോ?
നമ്മൾ എന്താ പറഞ്ഞത്? നമ്മള് ഒരു ജീന് ഒരേ ക്രോമസോമിൽ ഞാൻ വരയ്ക്കാൻ പോവാണ്. ഒരു ജീന് ഞാൻ എടുത്തു. എന്താണ്? സീഡ് ഷേപ്പിന്റെ ജീൻ എടുത്തു. അതിന്റെ ഒരല്ലിയിൽ ക്യാപിറ്റൽ ആർ, മറ്റേ അല്ലിയിൽ എവിടെ ഉണ്ടാവുക? ഹോമലോഗസ് ക്രോമസോമിന്റെ ഹോമലോഗസ് സൈറ്റിൽ ദാ ഇവിടെയാണ് ഉണ്ടാവുക. ഓക്കെ, ഇനി ഇപ്പൊ ഇതൊരു ജീനല്ലേ നമ്മൾ എടുത്തത്? ഇത് എന്തിന്റെ ജീനാ? സീഡ് ഷേപ്പിന്റെ ജീനാണ്. ഇനി ഒരു ജീനും കൂടെ അതിലില്ലേ? ഏതാണ്? സീഡ് കളറിന്റെ ജീന്. സീഡ് കളറിന്റെ ജീന് നമ്മൾ നേരത്തെ എവിടെ എടുത്തത്? മറ്റൊരു ക്രോമസോമിലാണ് എടുത്തത്. ഇപ്പൊ ഞാൻ എടുക്കാൻ പോകുന്നത് ഇതേ ക്രോമസോമിലാണ് രണ്ട് ജീനുകൾ ഒരുമിച്ച് വരുന്നത്. ദാ ഇവിടെയാണ് ക്യാപിറ്റൽ വൈ വരുന്നത്. അപ്പൊ ക്യാപിറ്റൽ വൈന്റെ സ്മോൾ വൈ എന്ന് പറയുന്ന അല്ലിയിൽ എവിടെയാ വരിക? ഹോമലോഗസ് ക്രോമസോമിന്റെ ഹോമലോഗസ് സൈറ്റിൽ ഇവിടെയാണല്ലോ വരിക സ്മോൾ വൈ എന്ന് പറയുന്ന ആള്. ക്ലിയർ അല്ലേ? ഹോമലോഗസ് ക്രോമസോമിന്റെ ഹോമലോഗസ് സൈറ്റിലാണ് വരിക എന്നുള്ളത് നമുക്ക് മനസ്സിലായ കാര്യമാണ്. ക്ലിയർ ആണല്ലോ? അപ്പോ ഇവിടെ രണ്ട് ജീനുകൾ, ഇതൊരു ജീന്, ഈ ജീൻ എന്ന് പറയുന്നത് ആരാ? ഈ ജീനിന്റെ രണ്ട് അല്ലീലുകളാണ് നമ്മൾ ഇവിടെ കാണിച്ചത്. ഇത് ജീൻ എന്ന് പറയുന്നത് സീഡ് ഷേപ്പിന്റെ ജീന്, ഈ ജീൻ എന്ന് പറയുന്നത് സീഡ് കളറിന്റെ ജീന്. ഇപ്പൊ ടു ഡിഫറെന്റ് ജീൻസ് പ്രസന്റ് ഓൺ എ സെയിം ക്രോമസോം അല്ലേ? അങ്ങനെയാണെങ്കിൽ ഈ ജീനുകളെ നമ്മൾ വിളിക്കും ലിങ്ക്ഡ് ജീൻസ് എന്ന് വിളിക്കും അല്ലെ? ലിങ്കേജ് ആൻഡ് റീകോമ്പിനേഷൻ എന്ന് പറയുന്ന ഭാഗത്ത് ഇനിയും ഞാൻ ഇത് പഠിപ്പിക്കും. അപ്പൊ നിങ്ങൾ ഇപ്പൊ തന്നെ ഇത് ഓർത്ത് വെക്കണം. രണ്ട് ജീൻസ് ഒരേ ക്രോമസോമിൽ വരികയാണെങ്കിൽ ദേ ആർ കോൾഡ് ലിങ്ക്ഡ് ജീൻസ്. ക്ലിയർ ആണോ? ഇവര് ലിങ്ക്ഡ് ജീൻസ് ആണ്. അപ്പൊ ഞാൻ സംശയം ചോദിക്കട്ടെ, ഇവര് ലിങ്ക്ഡ് ജീൻസ് ആണോ? ഇവര് ലിങ്ക്ഡ് ജീൻസ് അല്ല. ഇത് ഒരു ജീന്, ഇത് മറ്റൊരു ജീന്, ഇതൊരു ക്രോമസോം, ഇത് മറ്റൊരു ക്രോമസോം, അവര് വേറെ ഡിഫറെന്റ് ക്രോമസോമിലല്ലേ വരുന്നത്? യെസ്. അപ്പൊ ലിങ്ക്ഡ് ജീൻസ് ആണിത്. അതായത് ടു ജീൻസ്, രണ്ട് ജീൻസ് ഓൺ സെയിം ക്രോമസോം, ആ ജീൻസിനെയാണ് നമ്മൾ ലിങ്ക്ഡ് ജീൻസ് എന്ന് പറയാ. ക്ലിയർ ആണല്ലോ? അടിപൊളിയായിട്ട് മനസ്സിലായല്ലോ? യെസ്. അപ്പൊ ഇനി നോക്കിക്കോ, ഇനി ഈ സെല്ലിന് എസ് ഫേസില് എന്താ സംഭവിക്കുക? എസ് ഫേസ് കഴിഞ്ഞു. എസ് ഫേസ് കഴിഞ്ഞാല് ക്രോമസോംസ് ഡ്യൂപ്ലിക്കേറ്റഡ് ആവും. ക്ലിയർ ആണല്ലോ? ക്രോമസോംസ് ഡ്യൂപ്ലിക്കേറ്റഡ് ആവും. അപ്പൊ ക്രോമസോംസ് ഡ്യൂപ്ലിക്കേറ്റഡ് ആയാല് എന്താ സംഭവിക്കുക നോക്ക്. ദാ ഈ ക്രോമസോം ഡ്യൂപ്ലിക്കേറ്റഡ് ആയി. ഓക്കെ, യെസ്. ഇനി ഈ ക്രോമസോമും ഡ്യൂപ്ലിക്കേറ്റഡ് ആയി. ക്ലിയർ ആണല്ലോ? അപ്പൊ അവര് സിസ്റ്റർ ക്രോമാറ്റിഡ്സ് ഉണ്ടായല്ലോ. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഞാൻ അല്ലിയിൽ എഴുതുന്നത് ശരിക്കും ശ്രദ്ധിച്ചോ. ഇവിടെ നോക്കിയിട്ട് തന്നെ, നിങ്ങൾ മുകളിൽ നോക്കിയിട്ട് തന്നെ ഉത്തരം പറയണം. ഇവിടെ ആരാ ഉണ്ടാവുക? ക്യാപിറ്റൽ ആർ. ഇവിടെ ആരാ ഉണ്ടാവുക? ക്യാപിറ്റൽ ആർ. ഇവിടെ ആരാ ഉണ്ടാവുക? സ്മോൾ ആർ. ഇവിടെ ആരാ ഉണ്ടാവുക? സ്മോൾ ആർ. ഓക്കെ, ഇവിടെ ആരാ ഉണ്ടാവുക? ക്യാപിറ്റൽ വൈ. ഇവിടെ ആരാ ഉണ്ടാവുക? ക്യാപിറ്റൽ വൈ. ഇവിടെ ആരാ ഉണ്ടാവുക? സ്മോൾ വൈ. ഇവിടെയോ? സ്മോൾ വൈ. ശരിയല്ലേ? ഇനി അടുത്ത ഡിവിഷൻ എന്ന് പറയുന്നത് മയോസിസ് 1 നടക്കാൻ പോവുകയാണ്. പ്രോഫേസില് ക്രോസിംഗ് ഓവർ നടക്കും. തൽക്കാലം ഞാൻ ക്രോസിംഗ് ഓവർ ഇവിടെ കൺസിഡർ ചെയ്യുന്നില്ല. ആൻഡ് മെറ്റാഫേസില് അവർ ഇക്വേറ്ററിലൊക്കെ അറേഞ്ച് ചെയ്യും. ആൻഡ് ഡ്യൂറിങ് അനാഫേസ് 1 ഈ പറയുന്ന ഹോമലോഗസ് ക്രോമസോംസ്, ഇതുവരെ ഹോമലോഗസ് ക്രോമസോംസ് ആണല്ലോ, ഈ ഹോമലോഗസ് ക്രോമസോംസ് സെപ്പറേറ്റ് ചെയ്യും ഡ്യൂറിങ് അനാഫേസ് 1. അപ്പം അനാഫേസ് 1 കംപ്ലീറ്റഡ് ആയി. അനാഫേസ് 1 കംപ്ലീറ്റഡ് ആയാല് എന്താ സംഭവിക്കുക? ഈ രണ്ട് ഹോമലോഗസ് ക്രോമസോംസ് സെപ്പറേറ്റഡ് ആവും. ശരിയല്ലേ? ഞാൻ ഈ ഹോമലോഗസ് ക്രോമസോംസ് സെപ്പറേറ്റ് ആയി രണ്ട് സെല്ലിലേക്ക് പോകുന്നതാണ് ഇവിടെ കാണിക്കാൻ പോകുന്നത്. ഓക്കെ, ഈ ആള് ഒരു സെല്ലിലേക്കും പോയി, ഈ ആള് വേറൊരു സെല്ലിലേക്കും വന്നു അല്ലെ? മയോസിസ് 1 ഡിവിഷൻ ഡ്യൂറിങ് ഏത് ഫേസിലാണ്? അനാഫേസ് 1 കംപ്ലീറ്റ് ചെയ്യുമ്പോഴാണ് ഹോമലോഗസ് പേഴ്സ് സെപ്പറേറ്റഡ് ആവുക അല്ലെ? ഇവിടെ പ്രോഫേസ് 1 എന്ത് നടക്കാൻ സാധ്യതയുണ്ട്? ക്രോസ് ഓവർ നടക്കാൻ സാധ്യതയുണ്ട്. ക്രോസ് ഓവർ നടക്കുന്ന കാര്യം ഞാൻ ഇവിടെ കൺസിഡർ ചെയ്തിട്ടില്ല. അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ വരയ്ക്കുന്നത്. ഇനി അടുത്തത് എന്താ? അപ്പൊ മയോസിസ് 1 കംപ്ലീറ്റ് ആവുമ്പോഴുള്ള സെല്ലാണ് നമ്മൾ ഇവിടെ വരച്ചിട്ടുള്ളത്. ഇനി അടുത്ത മയോസിസ് 2 സ്റ്റാർട്ട് ചെയ്യും. പ്രോഫേസ് 2 കഴിയും, പ്രോഫേസ്, മെറ്റാഫേസ്, ദെൻ അനാഫേസ് 2 കഴിയും. അനാഫേസ് 2ന്റെ സമയത്ത് എന്താ സംഭവിക്കുക? സിസ്റ്റർ ക്രോമാറ്റിഡ്സ് സെപ്പറേറ്റ് ആവും. സിസ്റ്റർ ക്രോമാറ്റിഡ്സ് സെപ്പറേറ്റഡ് ആവും. ഓക്കെ, അപ്പൊ ഞാൻ ഇവിടെ പറയാണ് അനാഫേസ് 2 എന്തായി? കംപ്ലീറ്റഡ് ആയി. അനാഫേസ് 2 കംപ്ലീറ്റഡ് ആയി. അപ്പൊ എന്താണ് ഈ സെല്ലിന് സംഭവിക്കുക? സിസ്റ്റർ ക്രോമാറ്റിഡ്സ് സെപ്പറേറ്റഡ് ആവും. സിസ്റ്റർ ക്രോമാറ്റിഡ്സ് സെപ്പറേറ്റഡ് ആയാൽ എന്താ സംഭവിക്കുക? സിസ്റ്റർ ക്രോമാറ്റിഡ്സ് ദാ സെപ്പറേറ്റഡ് ആയി. ക്ലിയർ?
ഈ സെല്ലിനോ ഈ സെല്ലിന്റെയും സിസ്റ്റർ ക്രൊമാറ്റിഡ്സ് സെപ്പറേറ്റഡ് ആയി. അങ്ങനെ മയോസിസ് 2 കഴിയുമ്പോഴേക്ക് നിങ്ങൾക്ക് ഇവിടെ മാസ്ക് ചെയ്തിട്ടില്ലല്ലോ, ഇല്ല, ഇതുപോലെ ഈ ആളുടെയും സിസ്റ്റർ ക്രൊമാറ്റിഡ്സ് സെപ്പറേറ്റഡ് ആയി. ക്ലിയർ അല്ലേ? ഇനി ഞാൻ അല്ലീൽസ് മാർക്ക് ചെയ്ത് എഴുതാൻ പോവാണ്. മുകളിൽ നോക്കിയിട്ട് നിങ്ങൾ പറയണം ഇവിടെ ആരാ? ഇവിടെ ക്യാപിറ്റൽ ആർ. ഇവിടെ താഴത്തെ ആരാ ഉള്ളത്? ക്യാപിറ്റൽ വൈ. ഇവിടെ ആരാ ഉള്ളത്? ക്യാപിറ്റൽ ആർ. ഇവിടെ ആരാ ഉള്ളത്? ക്യാപിറ്റൽ വൈ. ഇവിടെ ആരാ ഉള്ളത്? സ്മോൾ ആർ. ഇവിടെ ആരാ ഉള്ളത്? സ്മോൾ വൈ. ഇവിടെ ആരാ ഉള്ളത്? സ്മോൾ ആർ. ഇവിടെ ആരാ ഉള്ളത്? സ്മോൾ വൈ. ഇതാണല്ലോ ഗമീറ്റ്സ് എന്ന് പറയുന്നത്. സോ ഈ ഉണ്ടായ ഗമീറ്റ് എന്ന് പറയുന്നത് ഏത് ടൈപ്പാ? ക്യാപിറ്റൽ ആർ ക്യാപിറ്റൽ വൈ. ഇവിടെ ഈ പറയുന്ന ആൾ ഏത് ടൈപ്പാ? സ്മോൾ ആർ സ്മോൾ വൈ. ക്യാപിറ്റൽ ആർ സ്മോൾ ആർ എന്ന് പറയുന്ന ഒരു ഗമീറ്റ് ഉണ്ടായിരുന്നു. അതുപോലെ സ്മോൾ ആർ ക്യാപിറ്റൽ വൈ എന്ന് പറയുന്ന ഈ ഒരു ടൈപ്പ് ഗമീറ്റ് ഇവിടെ ഉണ്ടാവുന്നുണ്ടോ? ഇല്ല. ഈ ടൈപ്പ് ഗമീറ്റ് ആണ് റീകോമ്പിനന്റ് കുട്ടികളെ ഉണ്ടാക്കാൻ കെൽപ്പുള്ള ഗമീറ്റ് എന്ന് പറയുന്നത്. ശരിയല്ലേ? അപ്പൊ ഇവിടെ ആകെ 2 ടൈപ്പ് ഗമീറ്റേ ഉണ്ടാവുന്നുള്ളൂ. എന്താണ്? ക്യാപിറ്റൽ ആർ ക്യാപിറ്റൽ വൈ ആൻഡ് സ്മോൾ ആർ സ്മോൾ വൈ. ഈ ഗമീറ്റ് മാത്രമേ ഇവിടെ ഉണ്ടാവുന്നുള്ളൂ. ക്ലിയർ ആണോ? അങ്ങനെയാണെങ്കിൽ ഈ റീകോമ്പിനന്റ് ടൈപ്പ് ഗമീറ്റ്സ് ഉണ്ടാവുന്നില്ല. സോ നോക്ക്, ഈ 2 ടൈപ്പ് ഗമീറ്റ്സ് മാത്രമേ ഉണ്ടാവുന്നുള്ളൂ എങ്കിൽ നമ്മൾ ഈ കഴിഞ്ഞ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഈ 2 ടൈപ്പ് ഗമീറ്റ് മാത്രമേ ഉണ്ടാവുള്ളൂണ്ടെങ്കിൽ നമ്മൾ പന്നറ്റ് സ്ക്വയർ വരച്ചിട്ടുണ്ടായിരുന്നു. അവിടെ ഇത് പാരന്റൽ ടൈപ്പ് ആണ്, ഇത് പാരന്റൽ ടൈപ്പ് ആണ്, പാരന്റൽ ടൈപ്പ് ആണ്, പാരന്റൽ ടൈപ്പ് ആണ്. ഈ 2 ടൈപ്പ് ഗമീറ്റേ വരുന്നുള്ളൂ എങ്കിൽ അവിടെ ഒരിക്കലും റീകോമ്പിനൻസ് ഓഫ്സ്പ്രിങ്സ് ഉണ്ടാവുമായിരുന്നോ? ഇല്ല. അപ്പൊ അവിടെ എന്തില്ല? നോ റീകോമ്പിനൻസ്. അപ്പൊ നമ്മൾ അതിന്റെ ക്രോമസോമൽ ബേസിസ് നോക്കുമ്പോഴും ക്യാപിറ്റൽ ആർ ക്യാപിറ്റൽ വൈ സ്മോൾ ആർ സ്മോൾ വൈ എന്ന് പറയുന്ന ഈ ടൈപ്പ് ഗമീറ്റ് മാത്രമേ ഉണ്ടാവുന്നുള്ളൂ. അവിടെ എന്തുണ്ടാവുന്നില്ല? റീകോമ്പിനൻസ് ഉണ്ടാവുന്നില്ല. ക്ലിയർ ആണല്ലോ? അപ്പോ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ മെന്റൽ പറയുന്നത് ശരിയാണോ തെറ്റാണോ? നിങ്ങൾ പറ. മെന്റൽ പറയുന്ന ലോ ഓഫ് ഇൻഡിപെൻഡന്റ് അസോർട്ട്മെന്റ് ശരിയാണോ തെറ്റാണോ? എന്താണ് ലോ ഓഫ് ഇൻഡിപെൻഡന്റ് അസോർട്ട്മെന്റ്? 2 ജീനുകൾ, അവര് ആ 2 ജീനുകൾക്ക് 2 അല്ലീലുകൾ ഉണ്ട്. ഡ്യൂറിങ് ഗമീറ്റ് ഫോർമേഷൻ ഈ 2 അല്ലീൽസിനും സെഗ്രിഗേറ്റ് ചെയ്യണം. ആ സെഗ്രിഗേഷൻ ഇൻഡിപെൻഡന്റ് ആണ് എന്ന് പറയുന്ന ലോ ആണ് ലോ ഓഫ് ഇൻഡിപെൻഡന്റ് അസോർട്ട്മെന്റ്. അവർ ഇൻഡിപെൻഡന്റ് ആയിട്ടാണോ നടക്കുന്നത്? 2 സെപ്പറേറ്റ് ക്രോമസോമിലാണ് ആ 2 ജീനുകൾ ഇരിക്കുന്നതെന്നുണ്ടെങ്കിൽ അവർ ഇൻഡിപെൻഡന്റ് ആണ്. ഇവർക്ക് ആരുടെ കൂടെ വേണമെങ്കിലും പോവാം. പക്ഷെ ഇവര് 2 ആളും ഒരേ ക്രോമസോമിലാണ് ഇരിക്കുന്നത് എങ്കിൽ, 2 ആളും ഒരേ ക്രോമസോമിലാണ് ഇരിക്കുന്നത് എന്നുണ്ടെങ്കിൽ ദേ ആർ ലിങ്ക്ഡ്. ഇവർക്ക് ഒരുമിച്ചല്ലേ ഇവർക്ക് പോവാൻ പറ്റുള്ളൂ. അതുകൊണ്ടല്ലേ ക്യാപിറ്റൽ വൈന്റെ കൂടെ തന്നെയല്ലേ ക്യാപിറ്റൽ ആർ, ക്യാപിറ്റൽ ആർ അതേപോലെ തന്നെ സ്മോൾ ആറിന്റെ കൂടെ തന്നെയല്ലേ സ്മോൾ വൈ. ഇവർ തമ്മിൽ ലിങ്ക്ഡ് ആണ്. ഇവർ ഒരേ ക്രോമസോമിലാണെന്നുണ്ടെങ്കിൽ അവർക്ക് ഇൻഡിപെൻഡന്റ് ആയിട്ട് സെഗ്രിഗേറ്റ് ചെയ്യാൻ പറ്റത്തില്ല. അപ്പൊ ഇനി നിങ്ങൾ പറ, മെന്റൽ പറയുന്ന ലോ ശരിയാണോ തെറ്റാണോ? മെന്റൽ പറയുന്ന ലോ ശരിയാവുന്നത് എപ്പോ? കൺസിഡർ ചെയ്യുന്ന 2 ജീനുകള് ഡിഫറെന്റ് ക്രോമസോമിലാണെങ്കിൽ മാത്രം. അപ്പൊ പീ പ്ലാന്റിൽ നമ്മൾ എടുത്ത ജീനുകളില്ലേ, ഏത്? സീഡ് കളറിന്റെ ജീനും സീഡ് ഷേപ്പിന്റെ ജീനും 2 ക്രോമസോമിൽ ആയതുകൊണ്ട് മെന്റൽ പറയുന്നത് ആ കേസിൽ ശരിയായി. ഇനി ഈ 2 ജീനുകൾ തന്നെ ഒരേ ക്രോമസോമിൽ വന്നിരുന്നു എങ്കിൽ ഒരിക്കലും 9:3:3:1 എന്ന് പറയുന്ന റേഷ്യോ കിട്ടില്ല. ഒരിക്കലും റീകോമ്പിനൻസിനെ കിട്ടില്ല. ആരാ റീകോമ്പിനൻസ്? റൗണ്ട് ആയിട്ടുള്ള ഗ്രീൻ ആയിട്ടുള്ള സീഡുള്ള പ്ലാന്റ്സ്, അതുപോലെ റിങ്കിൾഡ് ആയിട്ടുള്ള യെല്ലോ സീഡുള്ള പ്ലാന്റ്സ്, ഇതൊക്കെ റീകോമ്പിനൻസ് അല്ലേ? റീകോമ്പിനൻസിനെ കിട്ടില്ലായിരുന്നു. അപ്പൊ റീകോമ്പിനൻസിനെ കിട്ടിയിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം 2 ഡിഫറെന്റ് ക്രോമസോമിലാണ് 2 ജീനുകൾ വന്നത്. സെയിം ക്രോമസോമിൽ ജീനുകൾ വരികയാണെന്നുണ്ടെങ്കിൽ the genes are called linked genes. Linked genes ഒരിക്കലും ഇൻഡിപെൻഡന്റ് ആയിട്ട് സെഗ്രിഗേറ്റ് ചെയ്യില്ല. അപ്പോ ലോ ഓഫ് ഇൻഡിപെൻഡന്റ് അസോർട്ട്മെന്റ് വയലേറ്റഡ് ആവുന്ന കേസ് ആണ് ലിങ്ക്ഡ് ജീൻസിന്റെ കേസ്. ക്ലിയർ ആണല്ലോ? അപ്പൊ ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ ഡിസ്കസ് ചെയ്തത് ഇൻഡിപെൻഡന്റ് അസോർട്ട്മെന്റിന്റെ ഒരു ക്രോമസോമൽ ബേസിസ് ആണ്. അത് മനസ്സിലാക്കുന്നത് വഴി നമുക്ക് എപ്പോഴാണ് ലോ ഓഫ് ഇൻഡിപെൻഡന്റ് അസോർട്ട്മെന്റ് വർക്ക് ചെയ്യുക, എപ്പോഴാണ് ആ ലോ വയലേറ്റഡ് ആവുക എന്നുള്ളത് മനസ്സിലായി. ലിങ്ക്ഡ് ജീൻ ആണ് എങ്കിൽ വയലേറ്റഡ് ആവും, ലിങ്ക്ഡ് ജീൻ അല്ല എങ്കിൽ
ആ ലോ ഹോൾഡ് ചെയ്യും. അപ്പൊ ഈ ഒരു വീഡിയോയുടെ ഈ ഒരു കോൺസെപ്റ്റ് നിങ്ങൾക്ക് അടിപൊളിയായിട്ട് മനസ്സിലായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ദയവേത് നിങ്ങൾ ഈ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക. ആൻഡ് നിങ്ങൾക്ക് ഗുണപ്രദമാണ് എന്ന് നിങ്ങൾക്ക് തോന്നുന്ന ഫ്രണ്ട്സിനും ഈ വീഡിയോ ഒന്ന് അയച്ചു കൊടുക്കുക. എന്തെങ്കിലും സംശയം ഇതിനെ കുറിച്ച് ചോദിക്കാനുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കമന്റ് ബോക്സിലൂടെ ചോദിക്കാവുന്നതാണ്. ആൻഡ് അടുത്ത ക്ലാസ്സിൽ നമുക്ക് വീണ്ടും കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.